എളുപ്പത്തിൽ ഒരു ചില്ലി ചിക്കൻ വെക്കണ ഒരു റെസിപ്പി പറഞ്ഞു തരട്ടെ. ഞാൻ വെക്കുന്ന ഒരു സ്റ്റൈലാണ്. ഇതിങ്ങനെ മുക്കിപ്പൊരിച്ച് ചിക്കനൊന്നും അങ്ങനെയൊന്നും ചെയ്യണ്ട. അല്ലാത്ത സാധാ രീതിയിൽ തന്നെ ഈ ഒരു ബാറ്ററും അതുമേൽ കോട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വെക്കുന്ന ഒരു ചില്ലി ചിക്കൻ്റെ ഒരു റെസിപ്പി പറഞ്ഞു തരാവേ. അതിനായിട്ട് ഞാനൊരു 2-3 സവാള എടുക്കുക. നമ്മുടെ ചിക്കൻ്റെ കണക്കനുസരിച്ച് എന്തോരോന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. അത് നല്ല നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അതേ ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ തന്നെ അത്യാവശ്യം ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഒരു 5-6 പച്ചമുളക് ഇങ്ങനെ നെടുകെ മുറിച്ചും കൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, ഒരു 2 സ്പൂണോളം ഇഞ്ചിയും ഉണ്ടാവും, വെളുത്തുള്ളിയും ഉണ്ടാവും. ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി വട്ടം അരിഞ്ഞത്. ഇത്രയും ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മാംസത്തോട് കൂടിയ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഒരു 4-5 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ നല്ലോണം കഴുകി വാരി വെച്ചേക്കണ ആ ചിക്കനെയും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ എന്ന് പറയണ്ട, അധികം അങ്ങോട്ട് മുരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി. ചിക്കനിൽ നിന്നുള്ള ജ്യൂസും ഓയിലും എല്ലാവരും കൂടിയാണ് ആ കാണുന്നത്. അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോഴേക്കാളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ആ വെളിച്ചെണ്ണയിലും ആ വെള്ളത്തിലും കിടന്നൊന്ന് വേവട്ടെ. ചിക്കൻ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കണം. ആ ഒരു രീതിക്കല്ല ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ആ വെളുത്തുള്ളി അതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കാളും ഒരു 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് അത് കഴിയുമ്പോഴേക്കാളും ആ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും ഒരുമിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ടാവും ചിക്കൻ ചെറിയ പീസാക്കിയാൽ ഇട്ടേക്കണത്. എന്നിട്ട് ആ പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കാവേ. ഞാനൊരു 3 സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 സ്പൂൺ നിറച്ച് 3 സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചിക്കനൊന്ന് ഫ്രൈ ആയി വന്നിട്ടാണ് ഈ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 2 സ്പൂൺ നിറച്ച് ചില്ലി സോസ്, പച്ചക്കളറിൻ്റെ ചില്ലി സോസ് ഇല്ലേ, 2 സ്പൂൺ നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും ലോ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്. ഇതും 2 സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ നിറച്ച്, അപ്പോൾ ഞാൻ നിറച്ച് തന്നെ 2 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ സോസൊക്കെ ഒന്ന് വഴന്ന് വരാനായിട്ട്, ആ സോസിൻ്റെയൊക്കെ ആ പച്ചക്കുത്തൊന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലാണ് എപ്പോഴും തീ വെച്ചേക്കുന്നത്. വഴന്ന് വരുമ്പോഴേക്കാളും ആ സവാള ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാനായിട്ട്. സവാളയൊക്കെ നന്നായിട്ട് തന്നെ അതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുക്കിപ്പൊരിക്കാനുള്ള മടി കൊണ്ട് ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. അതേ സവാളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോഴേക്കാളും ക്യാപ്സിക്കവും കൂടി നീളത്തിൽ അരിഞ്ഞേക്കണ ആ ക്യാപ്സിക്കവും കൂടി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, ഒന്ന് വേകാനുള്ള വെള്ളം, ഒരു സ്റ്റീൽ ഗ്ലാസ് അല്ലെങ്കിൽ 1.5 സ്റ്റീൽ ഗ്ലാസോളം വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. പകുതി വേവാകുമ്പോഴേക്കാളും കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് തിക്നെസ്സിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ലേ, അതേപോലെ തിക്നെസ്സിന് വേണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇറക്കണതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, ഞാൻ ആ ഒരു സ്പൂണിൽ 1 സ്പൂൺ നിറച്ചോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വിനാഗിരി, ചൊറുക്കാന്നൊക്കെ പറയത്തില്ല, ഒരു സ്പൂൺ ചെറിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ, വലുതാണെങ്കിൽ ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എൻ്റെ ചില്ലി ചിക്കൻ കറി അങ്ങനെ റെഡിയായേ. ഞാൻ നേരത്തേക്ക് മറ്റേ രീതിയിലാണ് ചില്ലി ചിക്കൻ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പിന്നെ ഇതാണ് ഇഷ്ടമായത്. അതൊരിത്തിരി പണിയല്ലേ, ഈ ബാറ്ററിൽ മുക്കുക, പിന്നെ വറുക്കുക, പിന്നെ വെക്കുക ഒക്കെ ഒരു ഇത്തിരി പണിയായ കാരണം ഞാൻ പിന്നെ അത് ചെയ്യാറില്ല. ഇതാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ചില്ലി ചിക്കൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിലൊന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ.